പ്രിയ ദൈവമക്കളെ, 2025 ഇന്നേ ദിവസം ഈ സൂര്യാസ്തമാനത്തിനോടുകൂടി നമ്മളിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്. പുതിയ 2026 പിറക്കുമ്പോൾ പുതിയ ഒരു മനുഷ്യനായി, പുതിയ കുറേ തീരുമാനങ്ങളുമായി നമുക്ക് ഈ 2026 വരവേൽക്കാം. ലോകം മുഴുവനും ആഹ്ലാദത്തിലും സന്തോഷത്തിലും മതിമറക്കുമ്പോൾ നമ്മൾ ഒരു പരിവർത്തനത്തിന് തയ്യാറായോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നമുക്ക് മദ്യപാനം എന്നുള്ള ആ പാമ്പിനെ, ആ സാത്താനെ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് ദൂരെ എറിയാം. മദ്യപാനം എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാറി നാളെ പുതിയൊരു മനുഷ്യനായി, നമുക്കൊരു നല്ല അപ്പനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി നമുക്ക് രൂപാന്തരം മാറാം. നമുക്ക് യേശുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ യേശുവിൻ്റെ മകനായി, മക്കളായി, പിതാക്കളായി എല്ലാവരും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ 2026 സന്തോഷപൂർവ്വം വരവേൽക്കുവാനായി നമുക്കൊരുങ്ങാം. അതുപോലെ തന്നെ ദുഃഖിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്ത് നമുക്ക് ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം അരാജകത്തിലേക്ക് നീങ്ങുകയാണ്. ഈ 2026 പ്രാർത്ഥന യുദ്ധവെറിയന്മാർക്ക് മാനസാന്തരത്തിന് വേണ്ടി ഈ ഒരു വർഷം നിങ്ങൾ പ്രാർത്ഥന യജ്ഞമായി തന്നെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭൂമുഖത്ത് പിടഞ്ഞു വീണ് മരിക്കുന്നത്. വെള്ളമില്ലാതെ, വസ്ത്രമില്ലാതെ, അന്നമില്ലാതെ, വഴിയോരങ്ങളിൽ, ചെളികളിൽ എല്ലാം ഷെഡ് കെട്ടിയും കഷ്ടപ്പെടുന്ന മക്കൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അതുമാതിരി തന്നെ ക്രിസ്തീയ പ്രേക്ഷിതർക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ ലോകം മുഴുവനിലും ഇന്ന് വളരെയധികം പീഡകൾ സഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രതി അവർ സഹിക്കുന്ന പീഡകൾക്ക് വേണ്ടി അവരുടെ ഒപ്പം നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു പുതിയ സൃഷ്ടിയായി, പുതിയ പിതാവിൻ്റെ മകനായി നമുക്ക് 2026 സ്വീകരിക്കുകയും 2026 നമ്മുടെ വർഷമായി ആചരിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും പുതുവത്സര പിറവി ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. എല്ലാവർക്കും മംഗളങ്ങൾ ഭവിക്കട്ടെ എന്ന് സർവേശ്വരനാൽ പ്രാർത്ഥിച്ചു നിർത്തുന്നു. ആമേൻ.